കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ വിശേഷ വിദ്യാമാശു പ്രയച്ഛ മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അധ്യായമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഇതിൽ ഒന്നാമത്തെ അധ്യായത്തിൽ കഥാസാരം ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. നൈമിഷം എന്നു പേരായ വിഷ്ണുക്ഷേത്രമുള്ള പുണ്യസ്ഥാനത്ത് ശൗനകൻ തുടങ്ങിയ ഋഷിമാർ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈകുണ്ഠ പ്രാപ്തിക്കായിട്ട് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം അല്ലെങ്കിൽ ഒരു യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് സന്തോഷവാനായിരിക്കുന്ന സൂതൻ്റെ അടുത്ത് ചെന്നിട്ട് ഋഷിമാർ ആദരവോടെ ചോദിക്കുകയാണ്. ഒന്നാമതായിട്ട് ചോദിക്കുന്നത് പുംസാം ഏകാന്തത ശ്രേയ കിം അസ്തി, അതായത് മനുഷ്യൻ്റെ പരമശ്രേയസ്സിനുള്ള മാർഗം ഏതാണ്? അതായത് ഒന്ന് ശ്രേയസ്സാണെങ്കിൽ മറ്റൊന്ന് പ്രേയസ്സാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു മാർഗം, അത് പ്രേയോമാർഗം. നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് പ്രിയങ്കരമായത് നമുക്ക് ആവശ്യമുള്ളതാവണമെന്നില്ല. അതായത് ഒന്ന് പ്രിയമുള്ളതാണ്, മറ്റേത് നന്മയ്ക്കുള്ളതാണ്. നന്മ തന്നെ 2 തരമുണ്ട്. ഒന്ന് സാമാന്യമായത്, മറ്റേത് പരമമായത്. ചില ഹിതങ്ങൾ നന്മകൾ ചില പ്രത്യേക അളവിലേക്ക് മാത്രമുള്ളതാവും. എന്നാൽ സാർവകാലീനവും സാർവലൗകികവും സാർവജനീയവുമായ നന്മ ഉണ്ട്. അതാണ് പരമമായ നന്മ. അപ്പോൾ ചോദ്യം ഇതാണ്, സർവർക്കും അങ്ങേയറ്റത്തെ നന്മ ലഭിക്കാനുള്ള മാർഗം എന്താണ്? ഇനി രണ്ടാമത്തെ ചോദ്യം, ഭഗവാന്റെ അവതാരങ്ങൾ പലതുണ്ട് എന്ന് പറയുന്നു. ഈ അവതാരങ്ങളുടെ പ്രയോജനം എന്താണ്? അവയുടെ കാരണം എന്താണ്? നിമിത്തം എന്താണ്? ഏത് കാരണത്താലാണ് ഭഗവാൻ ഇത്രയധികം അവതാരങ്ങൾ എടുത്തത്? ഇനി അടുത്ത ചോദ്യം, അവതാരകാലങ്ങളിൽ ഭഗവാൻ എപ്രകാരമാണ് കർമ്മം ചെയ്യുന്നത്? 4ാമത്തെ ചോദ്യം, അവതാര കഥകൾ എങ്ങനെയുള്ളവയാണ്? 5ാമത്തെ ചോദ്യം, സൂതനോട് ഒരു അപേക്ഷയുണ്ട്, ഞങ്ങൾ ശ്രീകൃഷ്ണ ചരിതം പ്രത്യേകം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി അവസാനത്തെ ചോദ്യം, ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ലീലാവിലാസങ്ങൾ അവസാനിപ്പിച്ച് ഭൂമിയിൽ നിന്നും തിരോധാനം ചെയ്തപ്പോൾ ധർമ്മം ആരെ ശരണം പ്രാപിച്ചു? അതായത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണല്ലോ ഭഗവാൻ ഇവിടെ അവതരിച്ചത്. അങ്ങനെ 6 ചോദ്യങ്ങളും അവസാനിച്ചു. ഇവിടെ ഈ ശൗനകാദി ഋഷിമാർക്ക് ഒന്നും അറിയാത്ത ആൾക്കാരൊന്നുമല്ല, അല്ലെങ്കിൽ അവർ അവതാരകഥ കേട്ടിട്ട് പോലും ഇല്ല എന്ന് നമ്മൾ ധരിക്കരുത്. മഹർഷിമാർ അജ്ഞാനികളും അല്ല, മറിച്ച് അവർ അവതാരകഥകൾ ആവർത്തിച്ച് കേൾക്കാൻ കൊതിക്കുകയാണ് എന്ന് സാരം. ഭഗവാന്റെ കീർത്തിയും ചരിത്രവും കേട്ടാലും മതിവരാത്ത തരത്തിലുള്ളതാണ്. പദാനുപദങ്ങളിലെ ശ്ലോകങ്ങളിൽ അതിരില്ലാത്ത സ്വാദ് നിറഞ്ഞു നിൽക്കുന്നവയാണ് ഭഗവത് കഥകൾ. അതായത് രസജ്ഞാനാം സ്വാദു പതേ പതേ, അതിൻ്റെ രസം ഒരിക്കലും കുറയുന്നില്ല. കേൾക്കുന്നവരും വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹം ഏറി വരുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ സൂതൻ അതീവ സന്തുഷ്ടനായിട്ട് ഭാഗവതത്തിൽ സർവത്ര ആവർത്തിച്ച് ദൃശ്യമാകുന്ന ഒരു കാര്യമുണ്ട്. ഓരോ തവണയും ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ എത്രയധികം ചോദ്യങ്ങൾ ഉന്നയിച്ചാലും വക്താവിന് ദേഷ്യം വരുന്നതായിട്ട് കാണപ്പെടുന്നില്ല. ഇവിടെയുള്ള ചോദ്യങ്ങൾ സമാഹരിക്കുകയാണെങ്കിൽ അവർ പുസ്തകത്തിന് വകയുണ്ടാകും. അങ്ങനെ നമ്മൾ കുറേ വിസ്തരിച്ച് നോക്കണ്ട. നമുക്കിനി 2ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. ബ്രാഹ്മണർക്ക് ഹിതകാരിയും ധർമ്മരക്ഷിതാവും യോഗേശ്വരനുമായ ശ്രീകൃഷ്ണൻ ഇപ്പോൾ സ്വധാമമായ വൈകുണ്ഠത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത് എന്ന സംഗതിയും പറഞ്ഞു തന്നാലും എന്നാണ് 1ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞ ശ്ലോകം. ഇനി നമുക്ക് 2ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം നോക്കാം. 2ാമത്തെ അധ്യായം ഭക്തി മാഹാത്മ്യ വർണ്ണനാണ്. അദ്വിതീയോധ്യായഃ വ്യാസൗവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണി പ്രതിപൂജാവജസ്തേഷാം പ്രവക്തും ഉപചക്രമേ. വ്യാസർ പറഞ്ഞു, ബ്രാഹ്മണരുടെ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ കേട്ട് നല്ലവണ്ണം സന്തോഷിച്ച രോമഹർഷണപുത്രനായ സൂതൻ
അവരുടെ വാക്കിനെ അഭിനന്ദിച്ച ശേഷം ഇപ്രകാരം പറയാൻ തുടങ്ങി. 6 ചോദ്യങ്ങളാണ് മുനിമാർ ചോദിച്ചത്. രോമാക്ഷണന്റെ പുത്രനായ സൂതന് ഉഗ്രശ്രവസ എന്നും പേരുണ്ട്. അതിന് സൂതൻ പറയുന്ന മറുപടിയാണ് 2-ാമത്തെ അധ്യായം. 2-ാമത്തെ ശ്ലോകം. സൂതവാച യം പ്രവചന്തമനുവേദമവേദകൃത്യം ദൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാതരവോ വിനേദോ സ്തം സർവബോധഹൃദയം മുനിമാനദോസ്മേ. സൂതൻ പറഞ്ഞു, ഉപനയനാദി സംസ്കാരങ്ങൾ കഴിക്കാത്തവനും ലൗകികമായ ആചാരങ്ങളെ അതിക്രമിച്ചിരിക്കുന്നവനും സന്യസിച്ചു പോകുന്നവനും ഏകനായി നടക്കുന്നവനുമായ യാതൊരുവനെ വിരഹത്താൽ ദുഃഖിതനായ വ്യാസൻ പുത്ര എന്ന് കാതരസ്വരത്തിൽ വിളിച്ചുവോ, അപ്പോൾ ഇവൻ ബ്രഹ്മവുമായി തന്മയത്വം പ്രാപിച്ചവനും സർവഭൂതങ്ങളുടെയും ഹൃദയത്തിനുള്ളിലിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് എന്നും വൃക്ഷങ്ങൾ കൂടി മറുപടി പറഞ്ഞു. ആ സുഖമുനിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിദീഷതാം തമോന്ദം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. അസാധാരണ മഹിമയുള്ളതും സകല വേദത്തിൻ്റെയും സാരവും അദ്വിതീയവും സംസാരമാകുന്ന ഘോരാന്ധകാരത്തെ കടക്കാൻ ആഗ്രഹിക്കുന്ന ലൗകികർക്ക് ആത്മപ്രകാശം നൽകുന്ന അധ്യാത്മദീപവുമായ പുരാണ രഹസ്യത്തെ വേറെ എടുത്തു പറഞ്ഞിരിക്കുന്നതിനാൽ മുനിമാരുടെ ഗുരുവും വ്യാസപുത്രനുമായ ശുഖബ്രഹ്മർഷിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നാരായണനെയും നരോത്തമനായ നരനെയും സരസ്വതീ ദേവിയെയും വ്യാസനെയും നമസ്കരിച്ചിട്ട് ഗ്രന്ഥം ആരംഭിക്കുന്നു. മുനയസാധു പൃഷ്ടോഹം ഭവദ്ലോകമംഗളം യകൃതകൃഷ്ണതം പ്രശ്നോ ഹേനാത്മാ സുപ്രസീദതി. ഏ മുനിമാരെ, ലോകത്തിന് മംഗളകാരകമായ ശ്രീകൃഷ്ണ ചരിത്രത്തെക്കുറിച്ച് ചോദിച്ചതിനാൽ ഭവാന്മാരാൽ ഞാൻ ധന്യനായി. മനുഷ്യർക്ക് ശ്രേയസ്കരമായ കൃഷ്ണചരിതം പറയാൻ നിങ്ങളുടെ ചോദ്യം കാരണമായി തീർന്നിരിക്കുന്നു. കൃഷ്ണചരിതം പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സ് പ്രസന്നമാകുന്നു. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സംപ്രസീദതി. ഏതൊന്നുകൊണ്ടാണോ ഫലേച്ഛ കൂടാതെയും വിഘ്നങ്ങളാൽ ഹനിക്കപ്പെടാത്തതുമായ ഭക്തി ശ്രീകൃഷ്ണ ഭഗവാനിൽ ജനങ്ങൾക്കുണ്ടാകുന്നുവോ അതുതന്നെ നാശരഹിതമായ ഉത്കൃഷ്ടധർമ്മം. ആ ഭക്തിയാൽ ആത്മാവ് നന്നായി പ്രകാശിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ഇളക്കമില്ലാത്ത ഭക്തി ഉണ്ടാകുമ്പോൾ മനസ്സ് തത്വഗുണ സമ്പന്നമാകും. അപ്പോൾ പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഈശ്വരാരാധന ഫലം പ്രതീക്ഷിക്കാതെ ആകണം. അപ്പോഴാണ് ആനന്ദം പൂർണ്ണമായിട്ട് അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് സാരം. ഋഷികൾ സൂതനോട് ചോദിച്ച 1-ാമത്തെ ചോദ്യം സർവശാസ്ത്ര സമ്മതവും ശാശ്വതവുമായ ധർമ്മം ഏതെന്നാണ്. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ശ്രീകൃഷ്ണനിൽ ഇളകാത്ത ഭക്തി. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച യഥഹൈതുകം. ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയ ഭഗവാൻ വാസുദേവനിൽ പരമപ്രേമരൂപയായ ഭക്തി ഉറയ്ക്കുമ്പോൾ അന്യവിഷയങ്ങളിൽ താല്പര്യം കുറഞ്ഞ് മനസ്സിൽ വൈരാഗ്യം ഉറച്ച് അന്ധകരണ പരിശുദ്ധിയെയും തർക്കവിതർക്കങ്ങളില്ലാത്ത ആത്മജ്ഞാനത്തെയും ജനിപ്പിക്കുന്നു. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന ഗദാസുയഃ നോൽപാദയേൽ യതിരതിം ക്ഷമയേവ ഹി കേവലം. വിധിപ്രകാരം ധർമ്മം നന്നായിട്ട് അനുഷ്ഠിക്കപ്പെട്ടുവെങ്കിലും ശ്രീഹരിയുടെ കഥകളിൽ താല്പര്യം ജനിപ്പിക്കുന്നില്ലെങ്കിൽ അത് കേവലം അധ്വാനം മാത്രമാണ്. ധർമ്മം അനുഷ്ഠിക്കുന്നത് അന്ധകരണ ശുദ്ധിക്കാണ്. അതിന് ഭഗവത് കഥകളാണ് മാർഗം. ധർമ്മസ്യ ഹ്യാപവർഗസ്യ നാർത്തോർത്ഥായോപകൽപ്പതേ നാർത്തസ്യ ധർമ്മൈകാന്തസ്യ കാമോലാഭായ ഹി സ്മൃതഃ. അപവർഗത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ധർമ്മത്തിന്റെ പ്രയോജനം അർത്ഥമുണ്ടാക്കുകയാണ് എന്ന് വന്നുകൂടാ. അങ്ങനെ വന്നാൽ ധർമ്മത്തിന്റെ ഫലം അർത്ഥവും അർത്ഥത്തിന്റെ ഫലം കാമവും ഇന്ദ്രിയ പ്രീതിയും എന്നാകും. അതിന് കർമ്മം ചെയ്യണം, കർമ്മഫലം കൊണ്ട് വീണ്ടും ജനനം. അതിനാൽ ധർമ്മം ശാശ്വത ഫലം നൽകുകയില്ല. ധർമ്മത്തിന്റെ ഫലം അർത്ഥലാഭമാണ് എന്നും അതിലൂടെ കാമലാഭമാണെന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. കാമസ്യാനേന്ദ്രിയ പ്രീതി ലാഭോ ജീവേദയാവത ജീവസ്യ തത്വജിജ്ഞാസ നാർത്തോ യസ്യേഹ കർമ്മവേ. വിഷയഭോഗത്തിന് ഇന്ദ്രിയപ്രീതി പ്രയോജനകരമല്ല. എത്ര ഇന്ദ്രിയ സുഖം കിട്ടിയോ അത്ര നാളും ജീവിച്ചിരിക്കുന്നത് മാത്രം ലാഭം. ഈ ലോകത്തിൽ കർമ്മങ്ങൾ കൊണ്ട് ഫലവുമില്ല. ഏതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നില്ലയോ?
ആ തത്വത്തെ അറിയാനുള്ള പ്രയത്നം ചെയ്യുകയാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. വദന്തി തത്വത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. തത്വസ്വരൂപത്തെ നന്നായി അറിഞ്ഞ വിദ്വാൻമാരായ ഋഷികൾ പരമാത്മതത്വത്തെ അദ്വയമായ ജ്ഞാനം എന്നും ബ്രഹ്മം എന്നും പരമാത്മാ എന്നും ഭഗവാൻ എന്നും പറയുന്നു. തശ്രദ്ധദാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്താത്മനിജാത്മാനം ഭക്ത്യാശ്രുതഗഹീതയാ. അതിനെ ശ്രദ്ധിക്കുന്ന മുനിമാർ ആ ജ്ഞാനത്തെ ആചാര്യന്മാരിൽ നിന്നും ഗ്രഹിക്കുന്നു. അങ്ങനെ കേൾക്കപ്പെട്ട അറിവിൽ നിന്ന് ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടായി പരമപ്രേമമായ ഭക്തി വർദ്ധിച്ച് തൻ്റെ ഉള്ളിൽ തന്നെ ക്ഷേത്രജ്ഞനായിരിക്കുന്ന പരമാത്മാവിനെ കാണുന്നു. അതപ്പുംബേശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിദോഷണം. ഹേ ദ്വിജശ്രേഷ്ഠന്മാരെ, അതപ്പുംബേശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിദോഷണം. ഹേ ദ്വിജശ്രേഷ്ഠന്മാരെ, ഭക്തി കൊണ്ട് തന്നെ ബ്രഹ്മാനുഭവം ഉണ്ടാകുന്നതിനാൽ വർണ്ണാശ്രമ വിധികൾ അനുസരിച്ച് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലസിദ്ധി അർത്ഥലാഭമല്ല, ശ്രീഹരിയെ സന്തോഷിപ്പിക്കാനുള്ള ആരാധനം തന്നെയാണ് യഥാർത്ഥ ഫലം. തസ്മാദേകേന മനസാ ഭഗവാൻ സത്വദാമ്പതി ശ്രോതവ്യാകീർത്തിതവ്യശ്ച ധ്യേയപൂജ്യശ്ച നിത്യത. അതുകൊണ്ട് ഹേ മുനിമാരെ, ഏകാഗ്ര മനസ്സോടെ ഭക്തന്മാരുടെ നാഥനും കീർത്തിക്കപ്പെടാനും ധ്യാനിക്കപ്പെടാനും പൂജിക്കപ്പെടാനും യോഗ്യനുമായ ശ്രീഹരിയെക്കുറിച്ച് നിത്യവും കേൾക്കുകയും കീർത്തിക്കുകയും ധ്യാനിക്കുകയും പൂജിക്കുകയും ചെയ്യുക. യദനുദ്യാസിന യുക്ത കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി ഗോപിതാത്തസ്യ കോനഗുര്യാത് കഥാരതിം. ഏതൊരുവന്റെ സ്വരൂപധ്യാനമാകുന്ന വാളോടുകൂടിയിരിക്കുന്ന ഭക്തന്മാർ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്ന കർമ്മത്തെ വിച്ഛേദിച്ച് കളയുന്നില്ല. എന്നിട്ട് ഭഗവത് കഥകൾ കേൾക്കണമെന്നുള്ള രതിയെ വർദ്ധിപ്പിക്കുന്നില്ല. അഹങ്കാരത്തെ നശിപ്പിച്ച് ഭക്തി വർദ്ധിപ്പിക്കാനുള്ള വാളാണ് ഭഗവത് ഭക്തി എന്നു സാരം. ശുശ്രൂഷോ ശ്രദ്ധാനസ്യ വാസുദേവഗതാരുചിഃ സ്യാന്മഹൽ സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണാത്. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് പാപം കളഞ്ഞും മഹത്തുക്കളെ ശുശ്രൂഷാദി സേവ കൊണ്ട് പ്രീതിപ്പെടുത്തിയും അവരുടെ സത്സംഗം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന പുരുഷന് വാസുദേവ കഥകളിൽ അഭിരുചി ഉണ്ടാകും. ശുണ്ണതാം സ്വഗതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്തോ ഹ്യഭദ്രാണി വിദുനോതി സുഹൃത്സദാം. സജ്ജനങ്ങൾക്ക് ഹിതകാരിയും പുണ്യശ്രവണ കീർത്തനങ്ങളോട് കൂടിയവനുമായ ശ്രീകൃഷ്ണൻ തൻ്റെ കഥകൾ കേൾക്കുന്നവരുടെ ഉള്ളിൽ ഇരുന്നിട്ട് കാമക്രോധാദി ദുർവാസനകളെ നശിപ്പിച്ച് അവരെ പരിശുദ്ധരാക്കുന്നു. നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തേർഭവതി നൈഷ്ഠികേ. നിത്യവും ഭഗവത് ഭക്തന്മാരുമായുള്ള സഹവാസം കൊണ്ടും അവരിൽ നിന്നും ഭഗവത് കഥകൾ ശ്രവിക്കുന്നത് കൊണ്ടും അവരുള്ള അമംഗളങ്ങൾ, അതായത് ദുർവാസനകൾ നിശേഷം നശിക്കും. അതോടെ ഉത്തമ ശ്ലോകനായ ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാകുന്നു. തഥാ രജസ്തമോ ഭാവാ കാമലോഭാദയശ്ചയേ ചേതയേ ധൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. ഇളക്കമില്ലാത്ത ഭക്തി ഉണ്ടാകാതിരിക്കുമ്പോൾ രജോ ഗുണവും തമോ ഗുണവും അവയിൽ നിന്നുണ്ടാകുന്ന കാമക്രോധാദി മാലിന്യങ്ങളും നശിക്കും. ആ സമയത്ത് മനോവൃത്തികൾ തത്വഗുണത്തിൽ ഉറച്ച മനസ്സ് സ്ഥിരമാകുന്നതിനാൽ പ്രസാദിക്കുന്നു. ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തിയോഗത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഈ വിധത്തിൽ ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്നവന്റെ മനസ്സ് പ്രസന്നമായി നിസ്സാരമായ വിഷയസുഖങ്ങളുമായി ചേർച്ചയില്ലാതെയാകുന്നു. അങ്ങനെ സംസാരത്തിൽ നിന്ന് മുക്തനായി ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപത്തെ പറ്റി ജ്ഞാനമുണ്ടാകുന്നു. വിദ്യതേ ഹൃദയ ഗ്രന്ഥി ചിന്യന്തി സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി നിഷ്ഠയേവാത്മനീശ്വരേ. സർവേശ്വരനായ ഭഗവാൻ തൻ്റെ ആത്മാവായിരിക്കുന്നു എന്നുള്ള ജ്ഞാനം ലഭിക്കുമ്പോൾ അവൻ്റെ ഹൃദയഗ്രന്ഥി ഛേദിച്ചിട്ട് അഹങ്കാരം നിശേഷം നശിപ്പിക്കുന്നു. ആത്മാവായ ഈശ്വരൻ ദർശിക്കപ്പെട്ടപ്പോൾ തന്നെ അവൻ്റെ കർമ്മബന്ധങ്ങൾ ക്ഷയിച്ചു പോകുന്നു. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാമുദ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദിനിം. ഇപ്പറഞ്ഞ കാരണങ്ങളാൽ ദീർഘദർശികളായ ഭക്തകവികൾ പരമസന്തോഷത്തോടെ നിത്യവും ഭഗവാൻ ശ്രീ വാസുദേവനെ സന്തോഷപൂർവം ഭജിച്ചുകൊണ്ടിരിക്കുന്നു. സത്വം രജസ്തമായതി പ്രകൃതേ ഗുണാസ്തിർ യുക്തപരപുരുഷ ഏക ഹാസ്യദത്തേ
സിദ്ധ്യാദയേ ഹരിവിരിഞ്ചി ഹരേതി സജ്ഞ ശ്രേയാംസി തത്ര ഖലു സത്വതനോ നൃണാം സ്യൂഹു. പ്രകൃതി ഗുണങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയെ അവലംബിച്ചിട്ട് ഈ ലോകത്തിൻ്റെ സൃഷ്ടി, പരിപാലനം, സംഹാരം എന്നീ കൃത്യങ്ങൾ നിർവഹിക്കാനായി ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 പേരിൽ 3 മൂർത്തികളെ ധരിക്കുന്നു. അവരിൽ വെച്ച് സത്വമൂർത്തിയായ വാസുദേവനിൽ നിന്ന് തന്നെ ഭജിക്കുന്നവർക്ക് ശുഭഫലങ്ങൾ ലഭിക്കും എന്ന് തീർച്ച. നാശരഹിതമായ ഫലം നൽകുന്നത് വിഷ്ണു മാത്രമാണ്. അതിനാൽ ശ്രീഹരിയെ ഭജിക്കുക. പാർത്ഥിവാദാരുണോ ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയ തമസസ്തു രജത്തസ്മാ സത്വം യത് ബ്രഹ്മദർശനം. ഭൂമിയിൽ വളരുന്ന മരത്തിൻ്റെ കൊമ്പ് മുറിച്ച് കഷ്ണമാക്കി മേലും കീഴും വെച്ച് മദനം ചെയ്യുമ്പോൾ അഗ്നിയുടെ ലക്ഷണമായ പുകയും വേദത്തിൽ പറഞ്ഞ പ്രകാരം അഗ്നിയും ഉണ്ടാകുന്നു. അതുപോലെ തമസിനേക്കാൾ രജസ്സും അതിനേക്കാൾ സത്വവും ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നു. അരണിക്കമ്പുകൾ കടഞ്ഞാൽ ആദ്യം പുക വരും, പിന്നെ അഗ്നി ഉണ്ടാവും. അഗ്നി ലഭിച്ചാൽ വേദോക്തമായ യാഗം ചെയ്യാം. വിറക് മാത്രമായിരിക്കുമ്പോൾ അഗ്നി ലഭിക്കുന്നില്ല, അപ്പോൾ യാഗവുമില്ല. അതുപോലെ തമോ ഗുണത്തിൽ ബ്രഹ്മപ്രകാശം അല്പവുമില്ല, രജസ്സിൽ അതിനേക്കാളുണ്ട്. സത്വഗുണമാണ് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നത്. അതിനാൽ തത്വമൂർത്തിയായ വിഷ്ണുവിനെ ഭജിച്ചാൽ ബ്രഹ്മാനുഭവം ലഭിക്കും എന്ന് അർത്ഥം. പേജിരേ മുനയോദാഗ്രേ ഭഗവന്തമദോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേനുതാനിഹ. ആദ്യകാലം മുതൽക്ക് മുനിമാർ ശുദ്ധ സത്വഗുണസ്വരൂപനും ഭഗവാനുമായ ശ്രീഹരിയെ ഭജിച്ചു. ആ പൂർവ്വസൂരികളെ അനുസരിച്ച് വിഷ്ണുഭജനം നടത്തുന്നവർ ക്ഷേമം അനുഭവിക്കാൻ യോഗ്യരായിത്തീരുന്നു. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപദീനത നാരായണ കലാശാന്ത ഭജന്തി ഹനസൂയവ. മോക്ഷം ആഗ്രഹിക്കുന്നവർ ഘോരരൂപികളായ ഭൂതപതികളെ ഭജിക്കുന്നത് ഉപേക്ഷിക്കണം. അവരെ ഭജിക്കുന്നത് കൊണ്ട് തുച്ഛമായ ഭൗതിക സുഖങ്ങൾ ലഭിക്കും. എന്നാൽ പരമശാന്തി രൂപമായ മോക്ഷത്തെ കൊടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അതിന് ശ്രീനാരായണനെയോ അല്ലെങ്കിൽ അവതാരങ്ങളെയോ ഭജിക്കണം. രജസ്തമ പ്രകൃതയ സമശീല ഭജന്തി വൈ പിതൃഭൂത പ്രദേശാദീൻ ശ്രീ ഐശ്വര്യ പ്രജേപ്സവ. രജോ ഗുണവും തമോ ഗുണവുമുള്ളവർ സമാന ഗുണങ്ങളുള്ള രജസ്തമോ മൂർത്തികളായ പുതുക്കളെയും ഭൂതങ്ങൾ, ബ്രഹ്മാദിദേവന്മാർ എന്നിവരെയും ഭജിക്കുന്നു. സമ്പത്ത്, ഐശ്വര്യം, സന്താനം തുടങ്ങിയവ ആഗ്രഹിച്ചാണ് അവർ ഇങ്ങനെ ഭജിക്കുന്നത് എന്ന് പ്രസിദ്ധം. വാസുദേവപരാ വേദ വാസുദേവപരാ മഗ വാസുദേവപരാ യോഗ വാസുദേവപരാ ക്രിയ വാസുദേവപരം ജ്ഞാനം വാസുദേവപരം തപ വാസുദേവപരോ ധർമ്മോ വാസുദേവപരാ ഗതി. വേദങ്ങൾ, യാഗങ്ങൾ, യോഗമാർഗങ്ങൾ, കർമ്മമാർഗങ്ങൾ, ജ്ഞാനം, തപസ്, ധർമ്മശാസ്ത്രങ്ങൾ, പരമഗതി എന്നിവയെല്ലാം വാസുദേവന്റെ തത്വത്തെ വെളിപ്പെടുത്തുന്നതും വാസുദേവനെ പ്രാപിക്കാനുള്ള വിവിധ മാർഗങ്ങളായി ഉപയോഗിക്കപ്പെട്ടവയുമാണ്. സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായ സദസരൂപയാ ചാസോ ഗുണമയ്യ ഗുണോ വിഭുഃ. കാര്യകാരണഭാവത്തെ അവലംബിക്കുന്ന സ്വഭാവത്തോടു കൂടിയതും ഗുണരൂപയുമായ തൻ്റെ മായ കൊണ്ട് ഗുണങ്ങളെ കടന്നവനും സർവവ്യാപിയുമായ ഭഗവാൻ വാസുദേവൻ ആദിയിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. തയാ വിലസിദേശേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ട ആബാധി വിജ്ഞാനേന വിജുംബിത. ആ മായയാൽ ഉദ്ഭവിച്ചതായ ഗുണങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഗുണങ്ങളിൽ അഭിമാനിക്കുന്നുവെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ശോഭിക്കുന്നു. പരമാർത്ഥത്തിൽ ഭഗവാൻ ജ്ഞാനം കൊണ്ട് വിജൃംഭിച്ചവനാകുന്നു. ജഗത് സൃഷ്ടിക്ക് കാരണം ഭഗവാൻ വാസുദേവനാണെന്ന് വ്യക്തമാക്കിയ ശേഷം ആ സൃഷ്ടിലീലയെ വ്യക്തമാക്കുകയാണ്. മായയിൽ നിന്നുണ്ടായ ഗുണങ്ങളുടെ സൃഷ്ടികളായ ആകാശാദി ഭൂതങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ തന്നെ പ്രവേശിച്ചിട്ട് ഇവ നിലനിൽക്കുന്നതിൽ അഭിമാനിക്കുന്നത് പോലെ ശോഭിക്കുന്നു. പരമാർത്ഥത്തിൽ ഭഗവാൻ ഈ വിധ അഭിമാനമോ ഗുണബന്ധമോ ഇല്ല. ജ്ഞാനപ്രകാശമായ ഭഗവാന് അഭിമാനത്തിൻ്റെ ആവശ്യവുമില്ല. യഥാ ഹ്യവഹിതോ വന്യർ ദാരുഷ്യേകസയോനിഷു നാനേവ ബാധി വിശ്വാത്മാ ഭൂതേഷു ജതഥാ പുമാൻ. തൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ വിറകിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരേ അഗ്നി തന്നെ വിറകിൻ്റെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് ബഹുരൂപനായിട്ട് കാണപ്പെടുന്നു. അതുപോലെ ഏകനായ ഭഗവാൻ എല്ലാറ്റിലും അന്തര്യാമിയായിട്ടിരിക്കുന്നു. എന്നാൽ വിവിധ സൃഷ്ടികളിൽ ജീവരൂപേണ വസിക്കുമ്പോൾ ബഹുരൂപനായിട്ടും തോന്നിപ്പിക്കുന്നു. അസോ ഗുണമയേർഭാവേർ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിഃ സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുക്തേ ഭൂതേഷു തൽഗുണാൻ.
ഈ ശ്രീഹരി ആകാശാദി സൂക്ഷ്മഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ആത്മാവ് ഇവയോടുകൂടി തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂതഗണങ്ങളിൽ, അതായത് സൃഷ്ടിവർഗങ്ങളിൽ പ്രവേശിച്ചിട്ട് അതിനനുസരിച്ച വിഷയസുഖങ്ങളെ അനുഭവിപ്പിക്കുന്നു. എല്ലാ പ്രാണിവർഗങ്ങളിലും ജീവരൂപേണ വ്യാപിച്ചിരിക്കുന്ന ശ്രീഹരിയാണ്. അതിനാൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതും ശ്രീഹരി തന്നെ. ആ ഭഗവാന് വിഷയങ്ങളുമായി സംബന്ധമില്ല, എന്നാൽ അനുഭവിപ്പിക്കുന്നു. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈലോകഭാവന ലീലാവതാരാനുരതോ ദേവതിരാദിഷു. ലോകങ്ങൾക്ക് സുഖത്തെ വർദ്ധിപ്പിക്കുന്ന ഈ ഭഗവാൻ ശ്രീഹരി ദേവന്മാർ, മനുഷ്യർ, മൃഗാദികൾ ഇവരിൽ സ്വന്തം ഇച്ഛ കൊണ്ട് അതത് രൂപങ്ങളെടുത്ത് പ്രകാശിപ്പിക്കുന്നു. സത്വഗുണം കൊണ്ട് ലോകത്തെ പരിപാലിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ ദ്വിതീയോധ്യായഃ. 1-ാം സ്കന്ധം 2-ാം അധ്യായം സമാപിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.